Hi all, in this video I will help you learn the activities from the lesson One child, one teacher, one pen and one book can change the world. ഈ ചാപ്റ്ററിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? എന്നാലും ഐ ജസ്റ്റ് ഗിവ് യു എ സമ്മറി, ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനു വേണ്ടിയും അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും ശബ്ദമുയർത്തുകയും അതിശക്തമായി പോരാടുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണ് മലാല യൂസഫ്. പാകിസ്ഥാനിലെ സ്വാത് താഴ്വരയിൽ ജീവിച്ചിരുന്ന മലാല സ്കൂളിൽ പോകുവാനും വിദ്യാഭ്യാസം നേടുവാനും വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അവർ സ്കൂളിൽ പോയിരുന്ന സമയത്ത് താലിബാൻ എന്ന തീവ്രവാദ സംഘടന അവരുടെ സ്വാത് താഴ്വരയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അതായത് അത് താലിബാന്റെ കയ്യിലായി ആ ടൗണൊക്കെ. അങ്ങനെ വന്നപ്പോൾ താലിബാൻ അവിടെ പെൺകുട്ടികളെ സ്കൂളിൽ പോകുവാനും വിദ്യാഭ്യാസം നേടുവാനും അവർ അനുവദിച്ചില്ല. അവർ വളരെയധികം റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒത്തിരി അവരെ പല കാര്യങ്ങൾക്ക് സമ്മതിക്കാതെയായി. അങ്ങനെ വന്നപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുകയും എല്ലാ പെൺകുട്ടികളെയും സ്കൂളിൽ പോകുവാൻ അനുവദിക്കണമെന്നും വിദ്യാഭ്യാസം നേടാൻ സമ്മതിക്കണമെന്നും എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കണമെന്നും വാദിക്കുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും സംസാരിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണ് മലാല. അതിൽ പ്രകോപിതരായി, അതായത് മലാല അങ്ങനെ പ്രസംഗിക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ട് താലിബാൻ തീവ്രവാദ സംഘടനയിലെ ആളുകൾക്ക് ദേഷ്യമായി. അവർ ഒരു ദിവസം മലാലയുടെ തലയിലേക്ക് വെടിയുതിർത്തു. 10 ദിവസം കഴിഞ്ഞ് ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാം എന്ന ഹോസ്പിറ്റലിലാണ് മലാല കണ്ണു തുറക്കുന്നത്. അവിടെ നിന്ന് സുഖം പ്രാപിച്ച മലാല അതിനുശേഷം ലോകത്താകമാനം ഇതുപോലെ അടിച്ചമർത്തപ്പെട്ട വിദ്യാഭ്യാസം നേടാൻ സാധിക്കാത്ത പെൺകുട്ടികൾക്കും സ്ത്രീകളുടെയും ഉന്നമനത്തിനു വേണ്ടി അവർ ധാരാളം പ്രവർത്തിച്ചു. അങ്ങനെ മലാലയെ ആദരിക്കുവാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് അവരുടെ ജനറൽ അസംബ്ലിയിൽ മലാല ഡേ എന്ന ഒരു ദിവസം ക്രമീകരിച്ച് അന്ന് മലാലയ്ക്ക് അവിടെ പ്രസംഗിക്കുവാൻ അവസരം കൊടുത്തു. അങ്ങനെ UN ജനറൽ അസംബ്ലിയിൽ മലാല ചെയ്ത പ്രസംഗത്തിൻ്റെ ഉള്ളടക്കമാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. മലാല ആ പ്രസംഗത്തിലൂടെ എല്ലാ ലോക നേതാക്കളോടും എല്ലാ രാജ്യങ്ങളിലെയും സർക്കാരുകളോടും മലാല ആഹ്വാനം ചെയ്തത് എല്ലാവരും തീവ്രവാദത്തിനെതിരെ പോരാടണമെന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും നേരെയുള്ള അതിക്രമങ്ങൾക്കും എതിരെയും പോരാടണമെന്നും സമാധാന കരാറുകൾ കൊണ്ടുവന്നാൽ മാത്രമേ വിദ്യാഭ്യാസം നടക്കുകയുള്ളൂ എന്നും യുദ്ധം നടക്കുന്ന മറ്റ് പല രാജ്യങ്ങളിലെയും കുട്ടികൾക്ക്, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, അവർക്ക് ആർക്കും തന്നെ വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയാണ് തീവ്രവാദത്തിനെതിരെ പോരാടുവാനായി. അതുപോലെ തന്നെ സ്ത്രീ സമത്വത്തിനായി മലാല ശബ്ദമുയർത്തുന്നുണ്ട്. നമ്മൾക്ക് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മലാല യൂസഫിന്റെ ഈ ചാപ്റ്ററിന് മുൻപുള്ള മറ്റ് ചാപ്റ്റേഴ്സ് സിൻഡ്രല്ല, വുമൻ വർക്ക്, ഇതെല്ലാം ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം ആക്ടിവിറ്റീസും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരും പഠിക്കുവാൻ സാധിക്കട്ടെ. സോ ലെറ്റ്സ് സീ what's there in this book. We'll see the activity 1. Activity 1. Each sentence given below is followed by 3 statements. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതിന് താഴെ 3 ചോയ്സ് ഉണ്ട്, 3 സെന്റൻസുകൾ തന്നിട്ടുണ്ട്. One of them is directly related to the sentence. അതിലൊന്ന് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ സെന്റൻസുമായി റിലേറ്റഡ് ആണ്. Put a tick mark against the appropriate statement. അപ്പോൾ ഏതാണോ നമ്മളുടെ കറക്റ്റ് ആൻസർ അതിന് നേരെ ഒരു ടിക്ക് മാർക്ക് ഇടണം. ക്വസ്റ്റ്യൻ നമ്പർ 1. മലാല ഡേ ഈസ് ദ ഡേ ഓഫ്. മലാല ഡേ എന്ന് പറയുന്നത് എന്തിൻ്റെ ദിവസമാണ് അല്ലെങ്കിൽ ആരുടെ ദിവസമാണ്? മലാല ഹെർസെൽഫ്, മലാലയുടെ തന്നെയാണോ? ക്വസ്റ്റ്യൻ നമ്പർ ബി. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്, യുഎൻഒയുടെ ഡേ ആണോ? നമ്പർ സി. എവറി വുമൻ, എവറി ബോയ് ആൻഡ് എവറി ഗേൾ ഹു ഹാവ് റേസ്ഡ് ദെയർ വോയിസ് ഫോർ ദെയർ റൈറ്റ്സ്. അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള സ്ത്രീകളുടെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ദിവസമാണ്. അപ്പോൾ ഇതിലേതാണ് ചോയ്സ്? 1, 2, 3 ഇതിലേതാണ്? ചോയ്സ് 3 ആണ്.
Question number 2. According to Malala, one of her powerful weapons is the sword, the pen, the gun. അപ്പോൾ മലാല പറയുന്നതനുസരിച്ച് ഏറ്റവും ശക്തമായ ആയുധം ഏതാണ്? The sword, the pen, the gun. The sword എന്ന് പറഞ്ഞാൽ വാൾ, the pen പേന, the gun തോക്ക്. ഇതിലേതാണ് മലാല പറയുന്നതനുസരിച്ച് ഏറ്റവും ശക്തിയായ ആയുധം? The pen. Question number 3. Malala is focusing on women's rights and girls' education because മലാല എന്തിലാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? സ്ത്രീകളുടെ അവകാശത്തിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്താണ് കാരണം? A. They are suffering the most. അവരാണ് ഏറ്റവും അധികം കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. B. They are very powerful. അവരാണ് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഗ്രൂപ്പ്. C. They are the major group in the society. ഈ സമൂഹത്തിലെ ഏറ്റവും മേജർ ഗ്രൂപ്പ്, ഏറ്റവും വലിയ ഗ്രൂപ്പ് അവരാണ്, സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പൊ ഏതായിരിക്കാം നമുക്കുള്ള ആൻസർ? ഏതാണ്? ചോയ്സ് A അല്ലേ? They are suffering the most. Question number 4. Malala speaks. മലാല സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ചോയ്സ് for herself, അവർക്ക് വേണ്ടി തന്നെ. B. Not for herself but for all boys and girls. അവർക്ക് വേണ്ടിയല്ല, പകരം എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയാണ്. C. For her country, അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഏതാണ് ആൻസർ? ഏതാണ്? മലാല സ്പീക്സ് not for herself but for all boys and girls. Now we'll see activity 2. Read the following quotes. താഴെ തന്നിരിക്കുന്ന കോട്സ് വായിക്കുവാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 4 ബലൂണിലായിട്ട് 4 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു അല്ലെ? എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ബലൂണിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? Education is the most powerful weapon which you can use to change the world. ആരാണ് പറഞ്ഞിരിക്കുന്നത്? മണ്ടേല. മണ്ടേല എന്നാൽ നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല വാസ് ദ ഫോമർ പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. അത് മാത്രമല്ല, സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തൈഡിനെതിരായ സമരം നയിച്ച് അപ്പാർത്തൈഡ് എന്ന പോളിസി കംപ്ലീറ്റ് ആയി എടുത്ത് മാറ്റി അതിനുശേഷം അതിനുവേണ്ടി ധാരാളം പോരാടുകയും ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളാണ് നെൽസൺ മണ്ടേല. അതിനുശേഷം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ കറുത്തവർഗ പ്രസിഡന്റായി സ്ഥാനമേറ്റ ആളാണ്. അപ്പോൾ എന്താണ് നെൽസൺ മണ്ടേല പറഞ്ഞിരിക്കുന്നത്? എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. വിദ്യാഭ്യാസമാണ് ഈ ലോകത്തെ ആകമാനം മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം. ആരാണ്? വ്ളാദിമിർ പുടിൻ. ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റ് ആണ് വ്ളാദിമിർ പുടിൻ. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടെററിസം ഹാസ് നോ നാഷണാലിറ്റി, നോ റിലിജിയൻ. തീവ്രവാദത്തിന് ദേശീയതയുമില്ല, മതവുമില്ല. എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ മീനിങ്? ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരും ഏത് രാജ്യക്കാർക്കും, ഇതിൽ ഏത് രാജ്യക്കാരും തീവ്രവാദികളാകാം, ഇവരിൽ എല്ലാവരും തീവ്രവാദികളുണ്ട് എന്നാണ് വ്ളാദിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഹാരിയറ്റ് ടപ്മാൻ എന്ന് പറയുന്നത് ഒരു വനിതയാണ്. അവര് പണ്ടത്തെ അമേരിക്കയിലെ ഒരു വലിയ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും ആന്റി സ്ലേവറി മൂവ്മെന്റും നടത്തിയിരുന്ന ഒരാളാണ്. അതായത് പണ്ടത്തെ കാലത്ത് അമേരിക്കയിൽ അടിമത്തം നിലനിന്നിരുന്നു. അങ്ങനെ അടിമത്തം നിലനിന്നിരുന്ന അതിൽ അടിമകളായൊക്കെ വെച്ചിരുന്ന ആളുകളെ, ഒത്തിരി ആളുകളെ അവരും അവരുടെ മിഷൻ ചേർന്ന് അവരെ ഒത്തിരി ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഹാരിയറ്റ് ടപ്മാന്റെ വാക്കുകളാണിത്. ഓൾവേസ് റിമെമ്പർ യു ഹാവ് വിത്തിൻ യു ദ സ്ട്രെങ്ത്, ദ പേഷ്യൻസ് ആൻഡ് ദ പാഷൻ ടു റീച്ച് ഫോർ ദ സ്റ്റാർസ് ടു ചേഞ്ച് ദ വേൾഡ്. നിങ്ങളെല്ലാവരും തിരിച്ചറിയുക, എന്താണ്? നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അങ്ങ് ആകാശത്തുള്ള നക്ഷത്രങ്ങളെ വരെ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് ഹാരിയറ്റ് ടപ്മാൻ പറയുന്നത്. ലാസ്റ്റ് ബലൂൺ എന്താണ്? Men are from earth, women are from earth, deal with it. ജോർജ് കാർലിൻ. ആരാണ് ജോർജ് കാർലിൻ? ജോർജ് കാർലിൻ ഒരു അമേരിക്കൻ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. Men are from earth, women are from earth, deal with it എന്ന് പറഞ്ഞാൽ ആണുങ്ങളും ഭൂമിയിലുള്ളതാണ്, സ്ത്രീകളും ഭൂമിയിലുള്ളതാണ്. നിങ്ങളെല്ലാവരെയും ഒരേപോലെ സമത്വത്തിൽ ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. രണ്ടു കൂട്ടർക്കും രണ്ടായിട്ടല്ല, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ചെയ്തു കൊടുക്കണമെന്നാണ് ജോർജ് കാർലിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്.
Read Malala's words in the circles given below. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സർക്കിൾസിൽ മലാലയുടെ വാക്കുകളൊന്ന് വായിക്കണം. Try to pick out the quotes which carry similar ideas to that of Malala's words from the balloons. അപ്പോൾ താഴത്തെ ആ റൗണ്ടുകളിൽ മലാല പറഞ്ഞിരിക്കുന്ന വാക്കുകളുമായി സാമ്യം ഉള്ളത് ഇതിൽ ഏത് ബലൂണിലെ കോട്ടിനാണ്, അല്ലെങ്കിൽ ഏത് ബലൂണിൽ ആര് പറഞ്ഞ വാക്കുകൾക്കാണ് മലാലയുടെ ഏതെങ്കിലും ഒരു റൗണ്ടിലെ വാക്കുകളുമായി സാമ്യം എന്ന് കണ്ടുപിടിച്ച് write the name of the person who has made the corresponding quote in the box given. അതിൽ ആരുമായിട്ടുള്ള സാമ്യം, ആ ആളുടെ പേര് നമുക്ക് മലാലയുടെ കോട്ടിന്റെ താഴെ നമുക്ക് എഴുതണം. നമുക്ക് നോക്കാം. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം മലാല പറഞ്ഞിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സ്, 4 കോട്ടുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതനുസരിച്ച് നോക്കാം ആരൊക്കെയാണ് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കോട്ടിൽ എന്താ, റൗണ്ടിൽ എന്താ, സർക്കിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? We call upon all governments to fight against terrorism and violence. തീവ്രവാദത്തിനെതിരെയും അതിക്രമങ്ങൾക്കെതിരെയും പോരാടുവാൻ ഞാൻ എല്ലാ സർക്കാരുകളെയും ആഹ്വാനം ചെയ്യുന്നു എന്ന് മലാല പറയുന്നു, അല്ലേ? അപ്പൊ ഇത് ആര് പറഞ്ഞ, ഏത് ബലൂണിലെ ആര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ടായിരിക്കും സാമ്യം? നോക്കിക്കേ. വ്ളാദിമിർ പുടിനാണ് ടെററിസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? എന്താ പറഞ്ഞിരിക്കുന്നത്? Terrorism has no nationality, no religion by Vladimir Putin. മലാല എന്താണ് പറഞ്ഞിരിക്കുന്നത്? We call upon all governments to fight against terrorism and violence. തീവ്രവാദത്തിനും വയലൻസിനും എതിരെ അല്ലെങ്കിൽ അതിക്രമങ്ങൾക്ക് എതിരെ പോരാടുവാൻ എല്ലാ സർക്കാരുകളെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. അപ്പം ഇറ്റ്സ് സെയിം ആസ്, അല്ലെങ്കിൽ സാമ്യമുള്ളത് വ്ളാദിമിർ പുടിന്റെ വാക്കുകളുമായിട്ടാണ്. അതിനുശേഷമുള്ള സർക്കിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? A deal that goes against the dignity of women and their rights is unacceptable. അതായത് സ്ത്രീകളുടെ അഭിമാനത്തിന് എതിരെ നിൽക്കുന്ന ഏതൊരു കരാറും നമുക്ക് അസ്വീകാര്യമാണ്, അത് നമുക്ക് സ്വീകരിക്കാവുന്നതല്ല. ഡീൽ എന്ന് പറഞ്ഞാൽ ഒരു കരാർ, സമാധാന കരാറാകാം, അല്ലേ? അപ്പോൾ അതിൽ സ്ത്രീകളുടെ അഭിമാനത്തെ അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു കരാറും സ്വീകാര്യമല്ല എന്നാണ് മലാലയുടെ വാക്കുകൾ. ഇത് ഈ ബലൂണിൽ 4 ബലൂണിൽ 6 വാക്കുകളുമായിട്ടായിരിക്കും നമുക്ക് സാമ്യപ്പെടുത്താൻ പറ്റുക. നോക്കാം. ജോർജ് കാർലിൻ. അത് ജോർജ് കാർലിൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Men are from earth, women are from earth, deal with it. അല്ലേ? സ്ത്രീകളും പുരുഷന്മാരും ഈ ഭൂമിയിൽ നിന്നുള്ളവരാണ്, ഒരേപോലെ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യണം എന്നാണ് ജോർജ് കാർലിന്റെ വാക്കുകളിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇവിടെ മലാല പറഞ്ഞതുമായി സാമ്യമുള്ളത് ജോർജ് കാർലിന്റെ വാക്കുകൾക്കാണ്. ഏറ്റവും താഴത്തെ സർക്കിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? We call upon our sisters around the world to embrace the strength within themselves. അപ്പോൾ ഈ ലോകത്താകമാനമുള്ള സ്ത്രീകളെ, സിസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹാരിയറ്റ് ടബ്മാന്റെ വാക്കുകളുമായിട്ടാണ് സാമ്യം. അതുകൊണ്ടാണ് ഇവിടെ സിസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് എല്ലാ സ്ത്രീകളെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. എന്തിന്? അവരുടെ ഉള്ളിലുള്ള ആ സ്ട്രെങ്ത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനുള്ളിലുള്ള ആ ശക്തിയെ എംബ്രേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്വീകരിക്കുക, അതിനെ സ്വീകരിച്ച് നിങ്ങൾ ശക്തിയുള്ളവരായി തീരുക എന്നാണ് ഹാരിയറ്റ് അമ്മാന്റെ വാക്കുകളായിട്ടാണ് സാമ്യം. കാരണം ഹാരിയറ്റ് അമ്മാനോട് എന്താ പറയുന്നത്? ഓൾവേസ് റിമെമ്പർ യു ഹാവ് വിത്തിൻ യു ദ സ്ട്രെങ്ത്, ദ പേഷ്യൻസ് ആൻഡ് ദ പാഷൻ ടു റീച്ച് ഫോർ ദ സ്റ്റാർസ് ടു ചേഞ്ച് ദ വേൾഡ്. ഈ ലോകത്തെ ആകമാനം മാറ്റിമറിക്കാനുള്ള ശക്തിയും ഇച്ഛാശക്തിയെല്ലാം നിങ്ങൾക്കുണ്ടെന്നാണ് ഹാരിയറ്റ് അമ്മാൻ പറയുന്നത്. അപ്പൊ അത് മലാലയുടെ വാക്കുകൾ. അതായത് എല്ലാവരെയും ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു, എല്ലാവരും അവരുടെ ഉള്ളിലുള്ള ശക്തിയെ എംബ്രേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക എന്നാണ് മലാല ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ ഏതാണ്? We want schools and education for every child's bright future. നമ്മൾക്ക് സ്കൂളുകൾ വേണം, നല്ല വിദ്യാഭ്യാസം വേണം. എന്തിനാണ്? ഈ ലോകത്തുള്ള എല്ലാ കുട്ടികളുടെയും ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി, അതായത് ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട്. നെൽസൺ മണ്ടേല പറഞ്ഞ വാക്കുകളുമായിട്ടാണ്. എന്താ നെൽസൺ മണ്ടേല പറഞ്ഞത്? എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. അപ്പോൾ മണ്ടേല പറഞ്ഞ വാക്കുകളുമായിട്ടാണ് മലാലയുടെ വാക്കുകൾക്ക് സാമ്യം. Now is activity 3. Look at the picture given below. How can you reach Malala? താഴെ തന്നിരിക്കുന്ന പിക്ചർ കണ്ടാൽ നമുക്കറിയാം. ഇങ്ങനെ വഴി കണ്ടുപിടിച്ച് മലാലയുടെ അടുത്ത്, അപ്പൊ സ്റ്റാർട്ട് തരുന്നുണ്ട്. ഏറ്റവും താഴെ നമുക്ക് സ്റ്റാർട്ട് പറയുന്നുണ്ട്, വഴികൾ പലത് കാണിക്കുന്നുണ്ട്, സൈഡിൽ മലാലയെ കാണിക്കുന്നുണ്ട്. ഹൗ ക്യാൻ യു റീച്ച് മലാല? അപ്പൊ ഇതിലേത് വഴി പോയാലാണ് നമുക്ക് മലാലയുടെ അടുത്ത് എത്താൻ പറ്റുക എന്നുള്ള ഗെയിമാണ്, അല്ലേ? You can reach Malala only if you go through the correct statements from her speech. അപ്പോൾ
ഈ വഴികളുടെ ഇടയ്ക്ക് ഓരോ ബബിൾ പോലെ തന്നിട്ടുണ്ട്. അതിനകത്ത് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അത് മലാല പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പം മലാല പറഞ്ഞിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പിക്ക് ചെയ്യുന്നവർക്ക് ആ വഴി ഉപയോഗിച്ച് മലാലയുടെ അടുത്ത് എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് യുവർ വേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ വഴി ഒന്ന് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും താഴെ സ്റ്റാർട്ട് ഉണ്ട്. സ്റ്റാർട്ടിൽ നിന്ന് നമുക്ക് 2 വഴികൾ തിരിയുന്നുണ്ട്. വലതുവശം എന്തായിരിക്കുന്നത്? മലാല ഡേ ഈസ് മൈ ഡേ ആണോ? അങ്ങനെയാണോ മലാല പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ, മലാല ഡേ ഈസ് ദ ഡേ ഫോർ എവ്രി വുമൻ, ബോയ് ആൻഡ് ഗേൾ അല്ലെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവരുടെ റൈറ്റ്സിന് വേണ്ടി ശബ്ദം ഉയർത്തിയവർക്ക് വേണ്ടിയുള്ളതാണ് മലാല ഡേ എന്നാണ് മലാല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വലതുവശത്തേക്കുള്ള വഴി നോക്കണ്ട. പിന്നെ എന്താണുള്ളത്? വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ് വെൻ വി സീ ഡാർക്ക്നെസ്. അപ്പൊ മറ്റേ പാത്ത് അല്ലെങ്കിൽ മറ്റേ വഴി എടുത്താൽ അവിടെ പറയുന്നു നമ്മൾക്ക് ഇരുട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് വെളിച്ചത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാകുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നല്ല വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ആണ് നമുക്ക് മനസ്സിൽ വെളിച്ചമുണ്ടാവുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് മലാല പറഞ്ഞ വാക്കുകളാണ് അല്ലേ. അപ്പൊ നമുക്ക് സ്വീകരിക്കാം. അതിന് മുകളിൽ ഒരു ബബിൾ കൂടിയുണ്ട്. എന്താണ്? അവർ വേർഡ്സ് കാൺട്ട് ചേഞ്ച് ദ വേൾഡ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മലാല പറഞ്ഞിരിക്കുന്ന വാക്കുകളല്ല. ആൻസർ. അപ്പൊ ഈ 3 ഏതാണ് മലാല പറഞ്ഞിരിക്കുന്നത്? വി റിയലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ് വെൻ വി സീ ദ ഡാർക്ക്നെസ്. അപ്പൊ നമുക്ക് ആ പാത്ത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ഈ പാത്ത് വഴി പോയാൽ അടുത്ത ഏതാണെന്ന് നോക്കിയട്ടെ. മുകളിൽ വരുന്നതാണ് പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് സമാധാനം വളരെ ആവശ്യമാണ്. അത് മലാലയുടെ വാക്കുകളാണ്. അപ്പൊ ദാറ്റ് ഈസ് കറക്റ്റ്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ഡീൽ ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വുമൻ ആൻഡ് ദെയർ റൈറ്റ്സ് ഈസ് അൺഅക്സെപ്റ്റബിൾ അല്ലേ. അത് മലാല പറഞ്ഞതല്ലേ. സ്ത്രീകളുടെ അഭിമാനത്തിനെതിരെ നിൽക്കുന്ന ഏതൊരു കരാറും അല്ലെങ്കിൽ ഏതൊരു ഡീലും സ്വീകാര്യമല്ല എന്നതും മലാല പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. അപ്പൊ പീസ് ഇസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതും മറ്റേ ബബിളും അതിന് മുകളിലുള്ള ബബിളും മലാല പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ഇപ്പുറത്തുള്ള ഏതാണ്? ഐ സ്പീക്ക് ഫോർ മൈ സെൽഫ്. ഞാൻ എനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ആണോ? മലാലയ്ക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത്? അല്ല, ഈ ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് അവരുടെ വാക്കുകളല്ല. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ്. ഇത് നമുക്ക് ആ വഴി കണ്ടുപിടിക്കുന്നതിൽ ഒരു ഭാഗവും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മലാലയുടെ അടുത്ത് എത്തുന്ന ഭാഗം അതുകൂടി നമുക്ക് നോക്കാം. ദ സ്വോർഡ് ഈസ് മൈറ്റിയർ ദാൻ ദ പെൻ. വാളിനാണ് പേനായേക്കാൾ ശക്തി. അങ്ങനെ മലാല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മലാല എന്താ പറഞ്ഞിരിക്കുന്നത്? പെൻ ഈസ് മൈറ്റിയർ ദാൻ ദ സ്വോർഡ്. അതായത് എഴുത്തുകൾക്കാണ്, പേന എന്ന് ഉദ്ദേശിക്കുന്നത് എഴുതുന്നതിനാണ്, എഴുത്തുകൾക്കാണ് കൂടുതൽ ശക്തി. പറയുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ എഴുതുന്നതിന് കൂടുതൽ ശക്തിയുണ്ട്. വാളിനല്ല ശക്തി എന്നാണ് മലാല പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് വഴക്കുണ്ടാക്കുന്നതിൽ കാര്യമില്ല എന്നാണ്. അപ്പൊ അത് മലാലയുടെ വാക്കുകളല്ല. അടുത്ത് നോക്കിക്കേ. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ് അല്ലേ. അതല്ലേ നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ അതാണ് അല്ലെ. മലാലയുടെ വാക്കുകളാണ്. ഓരോ കുട്ടി, ഓരോ ടീച്ചർ അല്ലെങ്കിൽ ഒരു പേന അല്ലെങ്കിൽ ഒരു ബുക്കിന് തന്നെ ഈ ലോകത്തെ മാറ്റിമറിക്കാനാകും. അതായത് വിദ്യാഭ്യാസം കിട്ടിയാൽ, നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ലോകത്ത് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാനാകും എന്നാണ് മലാല പറയുന്നത്. ഈ സെറ്റിൽ മലാല പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കറക്റ്റ് ആയിട്ടുള്ളത് അതാണ്. ഏതൊക്കെ വാക്കുകൾ അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സിൽ കൂടി പോയാലാണ് നിങ്ങൾക്ക് മലാലയുടെ എത്താൻ പറ്റുക? Now write down the correct statements that you found on your way to reach Malala. മലാലയുടെ അടുത്ത് എത്തുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ച വഴിയിലുള്ള വാക്കുകൾ ഏതാണെന്ന് ഒന്നുകൂടി എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് 1, 2, 3, 4 നമ്പർ ഇട്ട് എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതാണ്? സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബബിളിലുള്ളത് വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ് വെൻ വി സീ ഡാർക്ക്നെസ്. അത് കഴിഞ്ഞിട്ട് പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. എ ഡീൽ ദാറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ ആൻഡ് ദെയർ റൈറ്റ്സ് ഇസ് അൺഅക്സെപ്റ്റബിൾ. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അതാണ് മലാല പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മലാലയുടെ അടുത്തുള്ള വഴിയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള 4 ബബിൾസ്. ഇനി അടുത്തതൊരു എഡിറ്റിംഗ് പാർട്ടാണ്. അതായത് താഴെ തന്നിരിക്കുന്ന പാസേജിലുള്ള തെറ്റുകൾ തിരുത്തി കറക്റ്റായിട്ട് എഴുതുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ്? റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പാസേജ് നോക്കുക. ദർ ആർ ഫ്യൂ എറേഴ്സ് ഇൻ ഇറ്റ്. അതിൽ ചില എറേഴ്സ് ഉണ്ട്. ദേ ആർ അണ്ടർലൈൻ. അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ അടിവരയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടാൽ വായിക്കാൻ പ്രയാസമാണെന്നുള്ളത് കൊണ്ട് ഞാനത് 2-3 സ്ക്രീനായിട്ട് തിരിച്ചെഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. Once upon a time there lived a lovely princess with fair skin and blue eyes. പണ്ടുകാലത്ത് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു, നല്ല വെളുത്ത നിറമുള്ള സ്കിന്നും നീല കണ്ണുകളുമായി. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന അണ്ടർലൈൻഡ് വേർഡ് അല്ലെങ്കിൽ അടിവരയിട്ട വാക്ക് ഏതാണ്? പ്രിൻസസ്.
പ്രിൻസസിന്റെ സ്പെല്ലിംഗ് ശരിയാണോ? അല്ലല്ലോ. പ്രിൻസസിന്റെ സ്പെല്ലിംഗ് ആണ് PRINCESS എന്നാണ് വരിക. ഞാൻ കറക്റ്റ് ചെയ്തതിന് ശേഷം കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം ഇത് വായിച്ചതിന് ശേഷം. ഷി വാസ് സോ ഫെയർ ദാറ്റ് ഷി വാസ് നെയിംഡ് സ്നോ വൈറ്റ്. അവൾ വളരെ വെളുത്തതായിരുന്നത് കൊണ്ട് അവൾക്ക് സ്നോ വൈറ്റ്, മഞ്ഞിന്റെ നിറമായിരുന്നത് അവൾക്ക് സ്നോ വൈറ്റ് എന്നാണ് അവൾക്ക് പേരിട്ടിരുന്നത്. Her mother dies when Snow White was a baby and her father married again. അവൾ കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ അമ്മ മരിച്ചുപോയി, അവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം ചെയ്തു. This queen was very pretty but she was very cruel also. രണ്ടാമത് മാരേജ് ചെയ്ത് കൊണ്ടുവന്ന ക്വീൻ അവർ രാജ്ഞിയായിരുന്നു, അവർ കാണാൻ വളരെ അതിസുന്ദരിയായിരുന്നു, പക്ഷെ വളരെ ക്രൂരയായിരുന്നു. ഷി വാസ് വെരി ക്രൂവൽ. ക്രൂവൽ എന്ന് പറഞ്ഞാൽ ക്രൂര. അപ്പോൾ ആ രണ്ടാമത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് എന്താണ്? ഹെർ മദർ ഡൈസ് വെൻ സ്നോ വൈറ്റ് വാസ് എ ബേബി. സ്നോ വൈറ്റ് ഒരു ബേബി ആയിരുന്നപ്പോൾ അമ്മ മരിച്ചിരുന്നു, അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈഡ് പാസ്റ്റ് ടെൻസിൽ എഴുതണം. അപ്പോൾ ഹെർ മദർ ഡൈഡ് എന്ന് പറയണം, ഡൈസ് എന്നല്ല. കാരണം അമ്മ അന്നേരം അല്ല മരിച്ചത്, അച്ഛൻ കല്യാണം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അല്ല അമ്മ മരിക്കുന്നത്. അമ്മ നേരത്തെ അവൾ കുഞ്ഞായിരുന്നപ്പോഴേ മരിച്ചു. അപ്പം നമ്മൾ പണ്ടത്തെ ഒരു കാര്യം നമ്മൾ ഇവിടെ എടുത്ത് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിൽ വേണം പറയാൻ. അപ്പോൾ ഹെർ മദർ ഡൈഡ് എന്ന് കൊടുക്കണം. ആൻസേഴ്സ് നോക്കിക്കേ, കറക്റ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പ്രിൻസസ് എന്ന് പറയുന്ന സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഹെർ മദർ ഡൈഡ് എന്നുള്ളത് ഞാനിവിടെ ചുവന്ന നിറത്തിൽ അണ്ടർലൈൻ ചെയ്ത് ശേഷമുള്ള ഭാഗം വായിക്കാം. The wicked stepmother wanted to be the more beautiful lady in the kingdom, and she would often ask her magic mirror, "Mirror, mirror on the wall, who is the fairest of them all?" അപ്പോൾ ഈ വിക്കഡ് സ്റ്റെപ്പ് മദർ എന്ന് പറഞ്ഞാൽ അവരൊരു ഈ കല്യാണം കഴിച്ച് രണ്ടാമത് കൊണ്ടുവന്ന ആ രാജ്ഞി, അവരാണ് സ്നോ വൈറ്റിന്റെ സ്റ്റെപ്പ് മദർ അല്ലെങ്കിൽ രണ്ടാനമ്മ. രണ്ടാനമ്മ ഒരു ഭയങ്കര സാധനമായിരുന്നു അല്ലേ. ഷീ വാണ്ടഡ് ടു ബി ദ മോർ ബ്യൂട്ടിഫുൾ ലേഡി. അവർക്ക് ആ രാജ്യത്തെ ഏറ്റവും പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അതിസുന്ദരിയാകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അപ്പൊ ഏറ്റവും സുന്ദരി എന്ന് പറയുമ്പോൾ മോർ ബ്യൂട്ടിഫുൾ അല്ല, വി ഹാവ് ടു യൂസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അതായത് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നൗണിനെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് പൊലിപ്പിച്ച് പറയാൻ പറ്റുന്നത് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടുത്തെ നൗൺ ആരാണ്? ലേഡി. ലേഡി എന്നാൽ സ്ത്രീ. അപ്പോൾ അവർ ബ്യൂട്ടിഫുൾ ലേഡി എന്ന് പറഞ്ഞു. ബ്യൂട്ടിഫുൾ ആണ് അവിടുത്തെ അഡ്ജക്റ്റീവായിട്ട് വരിക. അപ്പോൾ അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജക്റ്റീവ്സിന് നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നൊരു കാര്യം. അതായത് ഒരു അഡ്ജക്റ്റീവ് ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അതായത് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഓർമ്മ കാണുമെന്ന് അറിയില്ല. അപ്പം അങ്ങനെ നോക്കിയാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഏറ്റവും കൂടിയത്. അപ്പം മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് വേണം നമുക്കിവിടെ പറയാൻ. അപ്പോൾ ഈ രണ്ടാനമ്മയുടെ കയ്യിൽ വലിയൊരു മിററുണ്ട്. ആ മിററിനോടാണ് ഇവരെപ്പോഴും ചോദിക്കുക. അതൊരു മാജിക് മിററാണ്. മിറർ മിറർ, ഹൂസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. അപ്പോൾ ഇവിടെ ഉള്ളവരിൽ ഏറ്റവും ഫെയറസ്റ്റ് ആരാണ് എന്ന് മിററിനോട് ചോദിക്കുന്നു. അപ്പോൾ ആ രണ്ടാമത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ട് ഹൂ ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ കോഴ്സ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഹൂ എന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ടേ? ഹൂ ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ എന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിനുശേഷം നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. അതിനുശേഷം എന്താണ്? ആൻഡ് ദ മാജിക് മിറർ വുഡ് സേ, യു ആർ യുവർ മജസ്റ്റി. യുവർ മജസ്റ്റി എന്ന് പറഞ്ഞത് ക്വീൻ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം എന്താ പറയാ? രാജ്ഞി നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഫെയറസ്റ്റ് എന്ന് പറയും. ബട്ട് വൺ ഡേ ദ മിറർ റിപ്ലൈഡ്, സ്നോ വൈറ്റ് ഇസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. അങ്ങനെ എല്ലാ ദിവസവും ഈ മാജിക് മിററിനോട് ചോദിച്ചുകൊണ്ടിരുന്ന അവസാനം ഒരു ദിവസം മാജിക് മിറർ എന്താണ് പറഞ്ഞത്? സ്നോ വൈറ്റ് ഇസ് ദ ഫെയറസ്റ്റ് ഓഫ് ദം ഓൾ. സ്നോ വൈറ്റ് ആണ് എല്ലാവരുടെയും ഏറ്റവും ഫെയറസ്റ്റ്. ഇപ്പോൾ വായിച്ച പാരഗ്രാഫിലെ കറക്ഷൻ നോക്കിക്കേ. മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അതുപോലെ തന്നെ ഓൾ കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ദ വിക്കഡ് ക്വീൻ വാസ് വെരി ആംഗ്രി. ആ രാജ്ഞിക്ക് ഭയങ്കര ദേഷ്യമായി പോയി. വാട്ട് എ ഫെയർ ലേഡി ഈസ് സ്നോ വൈറ്റ്. She became jealous of Snow White and ordered her huntsman to take Snow White to the forest and kill her. I want you to bring her heart, she ordered. അപ്പോൾ അവർക്ക് ദേഷ്യം വന്ന്, വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ്. സ്നോ വൈറ്റ് ഇത്ര ഫെയർ ആണോ? അവർക്ക് സ്നോ വൈറ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അസൂയ തോന്നി. അവരെന്ത് ചെയ്തു? അവരുടെ ഹൺസ്മാൻ എന്ന് പറഞ്ഞാൽ അവരുടെ വേട്ടയ്ക്ക് പോകുന്ന ആളുകളോട് പറയും, സ്നോ വൈറ്റിനെ കാട്ടി കൊണ്ടുപോയി കൊന്നുകളയാൻ പറയും. കൊന്നുകളഞ്ഞിട്ട് അവളുടെ ഹൃദയം എടുത്തുകൊണ്ട് അവരെ കൊണ്ടുവന്ന് കാണിക്കും. എന്തിനാണ്? സ്നോ വൈറ്റ് മരിച്ചു എന്ന തെളിവിന് വേണ്ടിയിട്ട്. ഇവിടെ എന്താണ് തെറ്റ്? വാട്ട് എ ഫെയർ ലേഡി ഈസ് സ്നോ വൈറ്റ്.
അപ്പോൾ സ്നോ വൈറ്റ് ഇത്ര ഫെയർ ലേഡി ആണോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. പക്ഷെ വാട്ട് എ ഫെയർ ലേഡി ഈ സ്നോ വൈറ്റ് എന്നല്ല നമുക്ക് വേണ്ടത്, വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ്. അപ്പോൾ അവരൊരു ആത്മകഥം പോലെ പറയാണ്, വാട്ട് എ ഫെയർ ലേഡി സ്നോ വൈറ്റ് ഈസ്. അങ്ങനെയാണ് നമ്മളത് അവിടെ കൊടുക്കേണ്ടത്. But when the huntsman reached the forest with Snow White, he took pity on her and set her free. എന്നാൽ ആ വേട്ടക്കാർക്ക് സ്നോ വൈറ്റിനെ കൊണ്ട് കാട്ടിലെത്തിയപ്പോൾ വളരെ സഹതാപം തോന്നി. ഒരു കൊച്ചുകുട്ടിയല്ലേ, അവളെ വെറുതെ വിട്ടു. He killed a deer and took its heart to the wicked queen and told her that he had killed Snow White. Snow White wandered in the forest all night crying. അങ്ങനെ വെറുതെ വിട്ടതിന് ശേഷം ആ ഹൺസ്മാൻ എന്താണ് ചെയ്തത്? ഹി കിൽഡ് എ ഡിയർ. ഡിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മാനിനെ കൊന്നതാണ്. മാനിന്റെ സ്പെല്ലിംഗ് DEAR ആണോ? അല്ല, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ, DEER ആണ് മാനിന്റെ സ്പെല്ലിംഗ്. ലാസ്റ്റ് വായിച്ച പോർഷനിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് ഡിയറിന്റെ സ്പെല്ലിംഗ്. അത് ഞാൻ കറക്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, സ്ക്രീനിൽ നോക്കിക്കേ, DEER. ഇനി നമുക്കുള്ളത് പ്രോജക്റ്റ് വർക്കാണ്. എന്താണ് നിങ്ങൾക്ക് പ്രോജക്റ്റ് വർക്കായിട്ട് തന്നിരിക്കുന്നത്? You may have come across many newspaper reports on women who have overcome challenges in their lives. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളെയൊക്കെ നേരിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ധാരാളം സ്ത്രീകളെ കുറിച്ചുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് അല്ലേ, പേപ്പറിലൊക്കെ ചിലപ്പോൾ വാർത്ത വന്നിട്ടുണ്ടാവും. Collect similar newspaper reports and prepare a wall magazine. Give a suitable title to it. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയുള്ള വാർത്താക്കുറിപ്പുകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളൊരു വോൾ മാഗസിൻ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. വോൾ മാഗസിൻ എന്താണ്? നമുക്ക് ചുവരിൽ ഒട്ടിക്കാവുന്ന രീതിയിൽ ഒരു വലിയ ചാർട്ട് പേപ്പറിലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വാർത്താക്കുറിപ്പുകൾ വലിയൊരു കൊളാജ് പോലെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വാർത്താക്കുറിപ്പുകളെല്ലാം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് അതിലിങ്ങനെ, അപ്പോൾ പലരെ കുറിച്ചുള്ള വാർത്താക്കുറിപ്പുകളാകാം. എന്നിട്ട് ഏറ്റവും മുകളിൽ അതിന് നിങ്ങൾക്കൊരു ഹെഡിങ് എഴുതാം. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. അങ്ങനെ പ്രതിസന്ധികളെയൊക്കെ നേരിട്ട് മുന്നോട്ട് വന്ന് ഈ ലോകത്ത് വളരെയധികം ചേഞ്ചസ് വരുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നവരായിട്ടുള്ള 1-2 പേരുടെ കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാണ് ഹെലൻ കെല്ലർ. അടുത്തത് എൻ്റെ അഭിപ്രായത്തിലാണ് ശ്രീധന്യ സുരേഷ് IAS അല്ലേ. ഞാൻ ഇവരെ പറ്റി 2 പേരെ പറ്റി കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹെലൻ കെല്ലർ ആരാണ്? ഹെലൻ കെല്ലർ വാസ് an American author, disability rights advocate, political activist and lecturer who was blind and deaf. ചെവി കേൾക്കാൻ വയ്യാത്ത, കേൾവി ശക്തി ഇല്ലാത്ത, കാഴ്ച ശക്തിയില്ലാത്ത, അന്ധയായ ഒരു അമേരിക്കൻ ഓതർ, ഒരു അമേരിക്കൻ സ്ത്രീയാണ്. അവരൊരു അമേരിക്കൻ എഴുത്തുകാരിയാണ്. ഡിസബിലിറ്റി റൈറ്റ്സ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരാൾ. അതുകൂടാതെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, അതായത് രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു. അതുകൂടാതെ അവരൊരു ലെക്ചറർ കൂടിയായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, അന്ധയായ, ബധിരയായ ഒരു സ്ത്രീ, അവർ അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, രാഷ്ട്രീയ പ്രവർത്തകയാണ്, ഒരു ലെക്ചററാണ്, ഒരു അമേരിക്കൻ എഴുത്തുകാരി കൂടിയാണ് അല്ലേ. അപ്പോൾ അവർ എന്തുമാത്രം പ്രതിസന്ധികളെ തരണം ചെയ്താണ് അവർ അങ്ങനെ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടാവുക. She lost her sight and hearing after a bout of illness at the age of 19 months. അവർക്ക് വെറും 19 മാസം പ്രായം, അതായത് 2 വയസ്സിനും 1.5 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളപ്പോൾ ഒരു പനി വന്ന് അവർക്ക് നഷ്ടപ്പെട്ടതാണ് അവരുടെ കാഴ്ചശക്തിയും കേൾവി ശക്തിയും. She showed that deaf and blind people deserved respect. അപ്പോൾ ബധിരരും അന്ധരുമായിട്ടുള്ള ആളുകൾക്കും അവരും ബഹുമാനം അർഹിക്കുന്നു, അല്ലെങ്കിൽ ആദരവ് അർഹിക്കുന്നു എന്ന് അവർ കാണിച്ചു തന്നു. ഷി ഹെൽപ് സപ്പോർട്ട് വേരിയസ് ഡെഫ് ബ്ലൈൻഡ് പ്രോഗ്രാംസ്. അപ്പം ഡെഫായിട്ടുള്ളവർക്കും ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്കുള്ള ഒത്തിരി പ്രോഗ്രാംസ് അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹെലൻ ഇൻസ്പയർഡ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ബിക്കോസ് ഷി വാസ് പെർസിസ്റ്റന്റ്. അപ്പോൾ അവർ ബധിരരും അന്ധരുമൊക്കെ ആയിട്ടുള്ള ധാരാളം ആളുകളെ അവർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഷി ഫൗണ്ടഡ് ആൻ ഓർഗനൈസേഷൻ ഇൻ 1915, ഹെലൻ കെല്ലർ ഇന്റർനാഷണൽ എന്നൊരു ഓർഗനൈസേഷൻ അവർ ഫോം ചെയ്തു, വിച്ച് വാസ് ഡെഡിക്കേറ്റഡ് ടു പ്രിവെന്റിങ് ബ്ലൈൻഡ്നെസ് ആൻഡ് ടീച്ചിങ് പീപ്പിൾ ഹൗ ടു ലീവ് വെൽ. അപ്പോൾ ഈ ലോകത്ത് നിന്ന്, അല്ലെങ്കിൽ ഇനിയുള്ള ജന്മങ്ങൾക്ക്, അതായത് ഇനിയുള്ള തലമുറയിലെ ആളുകൾക്കെങ്കിലും അന്ധത ഇല്ലാതിരിക്കട്ടെ എന്ന വിശ്വാസത്തിൽ അതിനുവേണ്ടി സമർപ്പിച്ച ഒരു ഓർഗനൈസേഷനാണ് ഹെലൻ കെല്ലർ ഇന്റർനാഷണൽ. അത് മാത്രമല്ല, നമ്മൾ അംഗവൈകല്യമുള്ളവരാണെങ്കിലും നമ്മൾ നന്നായി തന്നെ ഈ ലോകത്ത് ജീവിക്കണമെന്ന് അവരാളുകളെ ഉദ്ബോധിപ്പിച്ചിരുന്നു.
ശ്രീധന്യ സുരേഷ് IAS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. വെരി റീസെൻ്റ്ലി അടുത്ത കാലത്ത് IAS പരീക്ഷ എഴുതി IASന് സെലക്ഷൻ കിട്ടിയ ഒരാളാണ് ശ്രീധന്യ സുരേഷ്. ആരാണ്? വയനാട്ടിൽ നിന്നുള്ള ഒരു ആദിവാസി കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് ശ്രീധന്യ സുരേഷ്. Sridhanya Suresh is the first tribal woman from Kerala to clear the UPSC Civil Services exam. She is daughter of daily wage workers who sell bows and arrows in a local market. അവരുടെ പേരൻസ്, ശ്രീധന്യ സുരേഷിൻ്റെ പേരൻസ്, അവർ വളരെ സാധാരണക്കാര ആൾക്കാരാണ്, ദിവസക്കൂലിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ആളുകളാണ്. ശ്രീധന്യ never had access to the basic amenities or a proper house since childhood. അവരുടെ ചെറുപ്പകാലത്തൊക്കെ നമുക്കൊക്കെ വീട്ടിലുള്ളതുപോലെ ഒന്നും വെള്ളവും വെളിച്ചവും, അതായത് ഇലക്ട്രിസിറ്റിയും ഒന്നും അവർക്ക് അങ്ങനെയൊന്നുമുള്ള വീടുകളൊന്നും ശ്രീധന്യയ്ക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു നല്ലൊരു വീട് പോലും അവർക്ക് അവരുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നില്ല. A leaking roof and even clothes lined up to make do for walls in the house did not deter Sridhanya from her being a good student during her school days. ചോർന്നൊലിക്കുന്ന ഒരു കൂരയും ഭിത്തിക്ക് പകരം തുണികൾ തൂക്കിയിട്ട് മറയാക്കിയിരുന്ന ഒരു വീടായിരുന്നിട്ട് പോലും ശ്രീധന്യ അവളുടെ വിദ്യാഭ്യാസ കാലത്ത് ഏറ്റവും നല്ല ഒരു സ്റ്റുഡൻ്റ് ആകുവാനാണ് അവൾ ശ്രമിച്ചത്. നന്നായി പഠിക്കുമായിരുന്നു ശ്രീധന്യ. In spite of all the difficulties and poverty, education remained a priority and this proved fruitful for the whole family. ഇത്രയും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജീവിച്ചിട്ടും ശ്രീധന്യയ്ക്ക് പഠിക്കുക എന്ന ഒരു ഉദ്ദേശം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട്, വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നത് കൊണ്ട് ശ്രീധന്യയ്ക്ക് ഇന്ന് ഒരു IAS ചെയ്യാൻ സാധിച്ചു. അതുമൂലം അവരുടെ കുടുംബത്തിലെല്ലാവർക്കും വളരെയധികം സന്തോഷമാവുകയും അവരുടെ എല്ലാം കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുകയും ചെയ്തു, അല്ലേ? അപ്പോൾ നമുക്ക് ശ്രീധന്യ സുരേഷിനെയും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന ഒരു സ്ത്രീയായി നമുക്ക് മുന്നോട്ട് വെച്ചുകൂടെ? ഇതുപോലെ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും ലോകത്തെവിടെയാണെങ്കിലും ഉള്ള മറ്റുള്ളവരെ നിങ്ങൾ വാർത്താക്കുറിപ്പുകളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെ എഴുത്തുകൾ വഴിയോ കണ്ടുപിടിച്ച് നിങ്ങൾ ഈ വോൾ മാഗസിൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ വീട്ടിലെ ഭിത്തിയിലൊന്ന് വെക്കുക. നിങ്ങൾക്ക് വാർത്താക്കുറിപ്പുകൾ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ പറ്റിയുള്ള വാർത്തകൾ ശേഖരിച്ച് നിങ്ങൾ തന്നെ വാക്കുകൾ എഴുതിയുണ്ടാക്കി നിങ്ങൾ ആ വാർത്താക്കുറിപ്പുകൾ ശേഖരിച്ചൊരു വോൾ മാഗസിൻ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞതെന്നെല്ലാം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു ആവർത്തി കൂടി ഈ വീഡിയോയിൽ കൂടി കടന്നു പോവുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യണം. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ കംസ്, ഗുഡ് ബൈ.